ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസിൻ്റെ ഇന്നത്തെ റിവ്യൂയിലേക്ക് സ്വാഗതം. ഇന്ന് സംഭവബഹുലം എന്ന് മാത്രം പറഞ്ഞാൽ പോലെ ഒരു സീരിയസ് ഒഫൻസും നടന്നിട്ടുണ്ട്. ഇതിനുള്ള മൂല കാരണം വരുന്നത് നമ്മുടെ സ്വേച്ഛാധിപതി എന്ന ടാസ്കിൽ നമ്മുടെ രന ഫാത്തിമേനെ നെവിനും ജിസേലും കൂടെ കിച്ചണിലേക്ക് അയക്കുമ്പോൾ തൊട്ടാണ്. അവിടെ അനുമോളാണുള്ളത് മെയിനായിട്ട്. അനുമോൾക്ക് അത് ഇഷ്ടപ്പെടാതാകുന്നു, അവിടെ നിന്ന് ക്യാപ്റ്റനായിട്ട് പ്രശ്നമാകുന്നു, ഇവരായിട്ട് പ്രശ്നമാകുന്നു. അപ്പം തൊട്ട് അനുമോൾ ആരെയും കേൾക്കാതെയുള്ള പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനെ ഒരു ടാസ്ക് ആയിട്ട് കാണാതെ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് നെവിനോടും ജിസേലിനോടുമുള്ള പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചിട്ടാണ് അനുമോൾ അന്നോട്ട് പെരുമാറുന്നത്. പിന്നെ കൂടാതെ അപ്പാണി ക്യാപ്റ്റൻ ആയതുകൊണ്ട് അപ്പാണിയോടുള്ള ദേഷ്യവും അപ്പാണി തിരിച്ചും ദേഷ്യപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ പറഞ്ഞത് മനസ്സിലാക്കാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ മേ ബി ഫലിച്ചേനെ, പക്ഷേ അതൊന്നും നടക്കുന്നില്ല. സോ ഇന്ന് കുറച്ചും കൂടെ പ്രശ്നങ്ങളുണ്ടായി. അതിനുള്ള റീസൺ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ വേറെ ഫുഡുണ്ട്, എന്തോ ബർഗറോ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ജിസയിൽ അവിടെ നിന്ന് സംസാരിക്കുന്നു. അത് അനുമോൾ കേട്ടിട്ട് കൗണ്ടർ അടിക്കുന്നു. പിന്നെ അവർ തമ്മിലൊരു പ്രശ്നമാകുന്നു. അപ്പം നീ ചോദിച്ചാൽ തരും എന്ന് ജിസേൽ പറയുന്നുണ്ട്. പക്ഷേ എനിക്കത് വേണ്ട എന്നുള്ള രീതിയിൽ അനുമോളും സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ജിസേലിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുന്നുണ്ട്, നീ ഇന്ന് ലിപ്സ്റ്റിക് ഇട്ടില്ലേ, റെനാൻ്റെ ലിപ്സ്റ്റിക് ഇട്ടില്ലേ എന്ന് പറയുന്നുണ്ട്. അത് ഞാൻ ഇഷ്ടമുള്ളതുപോലെ ചെയ്യുമെന്ന് നമ്മുടെ ജിസേൽ പറയുന്നുണ്ട്. അത് കേട്ടിട്ട് പയ്യെ പോയിട്ടൊരു ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് മുഖത്തിങ്ങനെ വരയ്ക്കുന്നതായിട്ടാണ് കാണാനിടയായത്. അപ്പം ജിസേൽ പിടിച്ച് തള്ളി. അപ്പം ആദ്യത്തെ ആരുടെ പ്രൊവോക്കേഷനാണ്? ഇപ്പം എനിക്കിഷ്ടപ്പെടാത്ത ഒരാൾ വന്നിട്ട് എൻ്റെ ചുണ്ടത്ത് പിടിച്ച് വരച്ചിട്ടുണ്ടെങ്കിൽ മേ ബി എൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് നേരെ പോയി ചള്ളക്കെട്ട് അടിക്കലായിരിക്കും. സോ ആദ്യം ഇങ്ങോട്ടൊരു പ്രൊവോക്കേഷൻ ഉണ്ടാവാതെ അങ്ങനെ തിരിച്ചുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ജിസേലിനെ ന്യായീകരിക്കുന്നതിൽ ഒരുപാട് തലങ്ങളുണ്ട്. പക്ഷേ നമ്മുടെ അനുമോൾക്കത് ന്യായീകരിക്കാൻ ഒരു തലമില്ല. അതാണ് പിന്നെ ഈ രാവിലത്തെ ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്. അതിനുശേഷം പിന്നെ അനുമോൾ എല്ലാവരോടും മാറി മാറി പറയുന്നുണ്ട്, ഞാൻ ജസ്റ്റ് തൊട്ടുള്ളൂ എന്നും. പക്ഷേ മറ്റുള്ളവരുടെ പെർമിഷൻ ഇല്ലാതെ മറ്റുള്ളവരുടെ ശരീരത്ത് പ്രത്യേകിച്ച് ചുണ്ടത്തൊക്കെ തൊടുന്നത് അതത്ര നല്ല കാര്യമല്ല. സോ അതിൻ്റെ ഇടയിൽ ആക്ഷൻ എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മുടെ ജിസേൽ വരുന്നു, കരയുന്നു. അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നു നെവിൻ ഭയങ്കരമായിട്ട് പിന്നെ പ്രൊവോക്ഡായി. നെവിൻ പറയുന്നു, ഇങ്ങനെ പോലെ അനുമോളെ പോലുള്ള ഒരാൾ ഇവിടെ ഈ ഷോയിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ എന്നെ എവിക്റ്റ് ചെയ്തോളൂ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അത് കുറേ പ്രാവശ്യം പറയുന്നു. അത് നമ്മുടെ അതിൽ നൂറ കേൾക്കുന്നു. അവർ 2-3 പ്രാവശ്യം കൺഫേം ചെയ്യുന്നു, ഉറപ്പല്ലേ എന്ന്. അപ്പോഴേക്കും ബിഗ് ബോസ് ഒരു മീറ്റിംഗ് വിളിക്കുന്നു. ബിഗ് ബോസ് പറയുന്നു, പിന്നെ ഇവർ രണ്ടുപേരും റൂമിലേക്ക് വിളിക്കുന്നു, കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നു. ഇതിൻ്റെ സൊല്യൂഷൻ ഇപ്പോഴെന്തെങ്കിലും ആക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അപ്പം അവരുടെ പാനലുണ്ട്, ബിഗ് ബോസിൻ്റെ പാനലുണ്ട്. അവർ ലാലേട്ടൻ വരുന്ന ദിവസം ഡിസൈഡ് ചെയ്തിട്ട് കാര്യം പറയാം എന്ന് പറയുന്നു. അപ്പോഴേക്കും പുറത്തേക്ക് വന്നു. അപ്പം നെവിനോട് ചോദിക്കുന്നു ബിഗ് ബോസ്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നിങ്ങൾ 2-3 പ്രാവശ്യം ക്യാമറയിൽ നോക്കി പറഞ്ഞല്ലോ, നിങ്ങൾ പിന്നെ പുറത്തേക്ക് പോകാൻ തയ്യാറാണോ അനുമോളോട് നിൽക്കുക എന്നുള്ള കാര്യത്തിൽ ചോദിക്കുന്നു. അപ്പം ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ പുറകെ നമ്മുടെ അതില നൂറും പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് നന്നായി. അപ്പം ആ ഹീറ്റ് ഓഫ് ദ മൊമെൻറ്റിൽ നെവിൻ പറയുന്നു, യെസ് ഞാൻ തയ്യാറാണ് എന്നുള്ള രീതിയിൽ പറയുന്നു. അപ്പം ഇവരെ പിന്നെ തിരിച്ച് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അതില നൂറിനെ തിരിച്ച് പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്, നിങ്ങളൊരു കമ്മ്യൂണിറ്റീനെ റെപ്രസെൻറ്റ് ചെയ്ത് വരുന്നവരല്ലേ, അതുകൊണ്ട് നിങ്ങൾ അവരെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ആ കമ്മ്യൂണിറ്റീനെ കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇവർ വീണ്ടും പ്രൊവോക്ഡായി. പിന്നെ അടി വെടിപ്പുകയായിരുന്നു സംഭവിച്ചത്. പക്ഷേ നെവിൻ പറഞ്ഞതുപോലെ ഞാൻ ഇറങ്ങാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നെവിൻ ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കുന്നു പുറത്തേക്ക്. അപ്പോൾ ഇതാണ് സംഭവിച്ചത്. ഇതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഒന്ന് അനുമോളാണ്, ഒന്ന് ആദില നൂറാണ്. പിന്നെ കൂടാതെ അപ്പം അതിന് ശേഷം പിന്നെ ഒരു കാരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദില നൂർ പറയുന്നുണ്ട്, ഞങ്ങൾ രണ്ടുപേരെയും സ്പ്ലിറ്റ് ചെയ്യിക്കാൻ പിന്നെ നെവിൻ നോക്കിയിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞപ്പോഴൊക്കെ ആദില നൂർ ചിരിച്ചുകൊണ്ടാണ് ഇതിനെ നേരിട്ടത്. അവൻ ആ ഒരു കോമഡിപരമായിട്ടാണ് ഇവൻ ഏത് സമയം സംസാരിക്കുന്നത്. അത് അക്ബർ എടുത്തു പറയുന്നുണ്ട്. അവനങ്ങനെ പറയുന്നുണ്ട്, പക്ഷേ എന്ന് കരുതി അവനങ്ങനെ ചെയ്യാറൊന്നുമില്ല എന്ന്. ഒരു കൊമേഡിയൻ ആയിരുന്നു നമ്മുടെ നെവിൻ ആ വീട്ടിൽ. അതിനുശേഷം ഇന്ന് എല്ലാവർക്കും ഡ്രസ്സ് കൊടുത്തു. ജിസേലിന് ഡ്രസ്സ് കൊടുത്തിട്ടില്ല. കാര്യം ജിസേലിന് അറിയാം ഇതൊരു ഗെയിമാണ്, ജിസേലിനെ വീക്കാക്കാൻ വേണ്ടിയിട്ടാണ്. ജിസേൽ അവിടെ മാറി കൊടുത്തിട്ടില്ല. ഇതാണ് ഇന്നത്തെ ദിവസം സംഭവിച്ചത്. അതിനുശേഷം നമ്മുടെ അക്ബർ പിന്നെ പല പാട്ടുകളിലൂടെ, പാരഡി പാട്ടുകളിലൂടെ അനുമോളെ ഇട്ട് ഉരുട്ടുന്നുണ്ട്. അനുമോൾ പലതും വിളിച്ച് പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇന്ന് നമ്മുടെ എപ്പിസോഡിൽ കണ്ടതുപോലെ ദൈവത്തിനെയൊക്കെ വിളിച്ച്, അതായത് ദൈവത്തിൻ്റെ പേരിൽ ശപിക്കുന്നതൊക്കെ കണ്ടു. ഇതൊന്നും ശരിയല്ല, ഇതൊരു ഗെയിമാണ്. പ്രൊവോക്കേഷൻ ഇതിൻ്റെ ഒരു ഭാഗമാണ്, മൈൻഡ് ഗെയിം ഇതിൻ്റെ ഒരു ഭാഗമാണ്. സോ അനുമോൾ കുറച്ചും കൂടെയും ഇതൊക്കെ മനസ്സിലാക്കി കളിക്കും എന്ന് വിചാരിക്കുന്നു. എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് കിട്ടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല അനുമോളിന്. ബിക്കോസ് ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ട് തന്നെ നെവിനും പറയുന്നുണ്ട്, ഇതൊരു ടാസ്കിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്തത്. അനുമോൾ ഇങ്ങനെ പ്രൊവോക്ക് ആവേണ്ട ഒരാവശ്യവുമില്ല എന്ന്. പിന്നെ ഞാൻ അനുമോളിൽ നോക്കി കണ്ടൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേണമെങ്കിൽ നമുക്കൊരു അന്യത്തി എന്ന് അനുമോളെ വിളിക്കാം. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ അപ്പാണിയും അക്ബറും ഒക്കെ നേരിട്ട് വന്നിട്ട് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുമ്പോൾ പുള്ളിക്കാരി തിരിച്ച് മറുപടി പറയും. ഇവരുടെ ഒരു ഗ്യാങ്ങിൻ്റെ അടുത്ത് എത്തുമ്പോൾ അവരോട് ഞാൻ ഇങ്ങനെ പെരുമാറൂടി, ഇതാക്കൂടി ഭയങ്കര പാവത്തെ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ അനുമോൾ ഗ്യാങ് ഫോം ചെയ്യുന്നതും. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ അഭിനയിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാത്ത രീതിയിൽ അഭിനയിക്കുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ചില സ്ഥലങ്ങളിലൊക്കെ നന്നായി കരയുന്നതുകൊണ്ട് അത് റിയലാണ്. പക്ഷേ എന്നിരുന്നാലും പല സിറ്റുവേഷൻ നോക്കുമ്പോൾ
അതായത് ഇവരെയൊക്കെ നേരിട്ടിട്ടുമുണ്ട്. പക്ഷേ ഇവർ പറയുമ്പോൾ എന്ത് ചെയ്യൂടി എന്ന് പറഞ്ഞുകൊണ്ട് ഇവരുടെ അടുത്തെത്തുമ്പം പാവമായിട്ട് മാറുന്നതും കാണാൻ പറ്റുന്നുണ്ട്. സോ ഇന്ന് രാത്രിയാണെങ്കിലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ട് ഉറഞ്ഞു തുള്ളുന്നത്. അതൊന്നും ആ പുള്ളിക്കാരിക്ക് ഒരു പ്രശ്നമില്ല. പക്ഷേ പിന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞിട്ട് പാവമായിട്ടിരിക്കുന്നതിൽ ഒരു കുറവും ഞാൻ കാണുന്നില്ല. സോ എന്തായാലും ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ അനുമോൾക്ക് ഒരു വഴക്ക് കുറച്ച് വഴക്ക് എന്തായാലും ഉറപ്പാണ്. അതിനിനി കരയോ എന്ന് നമുക്ക് കണ്ടറിയാം. താങ്ക് യു ഫോർ വാച്ചിങ്.